ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനും അല്ലെങ്കിൽ നിങ്ങളിടുന്ന വീഡിയോസിനും നല്ല വ്യൂവേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് അല്ല, അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ അത് കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിലൂടെ ഇടുന്ന വീഡിയോസ് കണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതുപോലെ 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു സബ്സ്ക്രൈബറിനും 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. പക്ഷേ ആൾക്ക് 4000 വാച്ചവേഴ്സ് എത്താൻ ഇനി ഒരു 300-400ഓളം വാച്ചവേഴ്സും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ ആൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഇടുന്ന വീഡിയോസിൽ നിന്നും എത്ര പേർക്ക് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അതിൽ നിന്നും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം കാണുക, അവസാനം വരെ കാണുക. 10 മിനിറ്റ് നിങ്ങൾ ഈ ചാനലിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വെറും 10 മിനിറ്റിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റും കൊണ്ട് ഒരു 50% അല്ലെങ്കിൽ 100% രീതിയിലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് വേഴ്സുകൾ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇടുന്ന ഒരു നല്ല വീഡിയോയ്ക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ട് കുത്തിപ്പിടിച്ചിരിക്കുന്നവന് ആ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് അത് വെറുതെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ആ വീഡിയോയുടെ വ്യൂസ് കുറയ്ക്കുന്നു. നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര പാടുപെട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങൾ അതിലേക്ക് എത്ര എഫോർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും അതിൽ നിന്നൊരു ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ ആ സമയത്തും ഇതുപോലെ നെഗറ്റീവ് കമൻസുകൾ, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മൾ അറിയില്ലാത്തവരായിക്കോട്ടെ, ചുമ്മാ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അത് മൊത്തം കാണാണ്ട് അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം എന്നാൽ. നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലിന് ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ഗ്രോത്ത് ചെയ്യാൻ ആലോചിക്കുന്നവരെ അങ്ങനെ ചെയ്യുക. കാരണം ഒരു തക്കടെ തരികയുടെ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് അങ്ങനെയുള്ള ഒരു കുറച്ച് വ്യൂവേഴ്സ് മാത്രമാണ് എത്തുള്ളൂ. കാരണം ഈ നെഗറ്റീവ് കമൻറ്റ്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. എന്നാലും നല്ല രീതിയിൽ നല്ല വ്യൂവേഴ്സ്, അതായത് നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് കാണാനും നല്ല രീതിയിലുള്ള വ്യൂവേഴ്സ് വരുന്നതിന് നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ കുറച്ചൊക്കെ നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ ചാനലിലെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്ക് ബാഡ് കമൻറ്റുകൾ, അതായത് ബാഡ് വേർഡുകളാണ് മറ്റു വ്യൂവേഴ്സ് ടൈപ്പ് ചെയ്തിടുന്നതെങ്കിൽ നിങ്ങൾക്ക് വരും വ്യൂവേഴ്സ്, അതായത് നിങ്ങളുടെ ഒരു 1000 വ്യൂവർ അല്ലെങ്കിൽ 2000 വ്യൂസ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടി. അപ്പോൾ അതിന് മൊത്തം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് കമൻറ്റുകളാണ്. പിന്നീട് അങ്ങോട്ട് മറ്റൊരു വ്യൂവേഴ്സ് എടുത്ത് നോക്കി കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് യാതൊരു വിധ ഗ്രോത്തും ഉണ്ടാവില്ല. കാരണം നോക്കുമ്പോൾ ഫുൾ ബാഡ് വേർഡുകളും ഫുൾ ബാഡ് കമൻറ്റുകളുമാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ട്രാവൽ വ്ളോഗറാണെങ്കിൽ, നിങ്ങൾ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു, അതിനെക്കുറിച്ച് ബാഡ് ഇമ്പാക്റ്റുള്ള നിരവധി ആളുകളുണ്ടായിരിക്കും. പക്ഷേ അത് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണ് ചീത്തെന്ന് പറയാം. പക്ഷേ ബാഡ് കമൻറ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യണം. കാരണം നല്ല നല്ല വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ ഈ ബാഡ് വേർഡുകളൊന്നും ഇഷ്ടപ്പെടില്ലാത്ത നിരവധി വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഈസി ആയിട്ട് കമൻറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏത് വീഡിയോയുടെ കമൻറ്റാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലെ അല്ലെങ്കിൽ ഏത് വീഡിയോയ്ക്കാണ് ബാഡ് വേർഡ് അല്ലെങ്കിൽ ബാഡായിട്ടുള്ള കമൻറ്റുകൾ വരുന്നതെന്ന് നോക്കിയിട്ട് ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് വീഡിയോ കൊടുക്കുക. എഡിറ്റ് വീഡിയോ കൊടുത്തു കഴിയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, വേറെ ഒന്നും മാറ്റി കൊടുക്കരുത്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാഗ് കാണാം. ടാഗിന് താഴെയായിട്ട് ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്, അതായത് കമൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട്. അതായത് അലോ ഓൾ കമൻറ്റ്സ്. അലോ ഓൾ കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യൂട്യൂബറും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും ഏത് കമൻറ്റ് വേണമെങ്കിലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോ, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഇടാൻ സാധിക്കും. അത് ബാഡ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിട്ട്, നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ വീഡിയോ ഇടാൻ സാധിക്കും. ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് ഫോർ റിവ്യൂ. അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എന്തിനാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ
ചാനലിലേക്ക് വരുന്ന കമൻസുകൾ നമുക്കതൊന്ന് റിവ്യൂ ചെയ്തിട്ട് അത് ബാഡ് വേർഡുകളാണോ അല്ലെങ്കിൽ പോസിറ്റീവ് വേർഡുകളാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് റിവ്യൂ ചെയ്തിട്ട് അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഹോൾഡ് ഓൾ കമൻറ്റ്സ് ഫോർ റിവ്യൂ, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന എല്ലാ കമൻസുകളും നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് വായിച്ചിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ള കമൻസുകൾ മാത്രം പ്ലേസ് ചെയ്ത് ബാലൻസ് ഉള്ള, അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കമൻസുകളെല്ലാം റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇപ്പം നിങ്ങളൊരു 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്തിട്ടു, ആ വീഡിയോയ്ക്ക് മൊത്തം നെഗറ്റീവ് കമൻറ്റ്സ് ആണ് വരുന്നത്, നിങ്ങൾക്ക് ഒരു രക്ഷയില്ല നെഗറ്റീവ് കമൻറ്റ്സ് കൊണ്ട്. ആ നെഗറ്റീവ് കമൻറ്റ് നിങ്ങളുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ഓൾ കമൻറ്റ്സ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശേഷം, അതായത് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് മാത്രം നിങ്ങളുടെ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത്. അതുപോലെ ഡിസബിൾ കമൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസബിൾ ചെയ്തിടാം. അതായത് നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നിരവധി ബാഡ് കമൻറ്റുകളാണ് വന്നെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ, അതിൻ്റെ കമൻറ്റ് ബോക്സ് അങ്ങ് ഡിസബിൾ ചെയ്തിടുക. അതായത് ആർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങ് ആക്കിയിടുക. അതാകുമ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് കമൻസുകൾ എപ്പോഴും നല്ല കാര്യമാണ്, കാരണം നല്ല കമൻസുകൾ വന്നു കഴിഞ്ഞാലാണ് ചാനൽ ഗ്രോത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിനോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കമൻറ്റ് ബോക്സ് നമ്മൾ എപ്പോഴും ഡിസബിൾ ചെയ്തിടുക എന്ന് പറയുന്നത് ഒരു 100% ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച്, നിങ്ങളുടെ ചാനലിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയോ ഓഫ് ആക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്യുക. അപ്പം അടുത്തതായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു അടിപൊളി ഓപ്ഷനും കൂടി ഉണ്ട്, അതായത് ഇൻക്രീസ് സ്ട്രിക്ട്നെസ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് നമ്മളിടുന്ന കമൻസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വരുന്ന കമൻസുകൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇൻക്രീസ് സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത്. അതായത് അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്, പുതിയൊരു ഓപ്ഷനാണത്. കാരണം ഇത്രയും നാൾ ഈ ഓപ്ഷൻ കണ്ടിട്ടില്ലായിരുന്നു, ഇത് പുതിയതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. അത് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻസുകൾ റിവ്യൂ ചെയ്ത് അത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്ത് അതിൽ നിന്നും ബാഡ് വേർഡുകൾ ഏറ്റവും വരെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത്. അതായത് ഇൻക്രീസ് സ്ട്രിക്ട്നെസ്, അതായത് റിവ്യൂ ചെയ്യുന്ന വേർഡിനെ ഒന്നുകൂടെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പറഞ്ഞാൽ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് ഫോർ റിവ്യൂ. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് കമൻറ്റ് സെറ്റിംഗ് ഈ ഓപ്ഷൻ ആക്കി കൊടുക്കുക. 100% നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകും. കാരണം ഞാൻ ഇതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ബാഡ് കമൻറ്റുകൾ നിരവധി വന്നു കഴിഞ്ഞപ്പോൾ അതെൻ്റെ വീഡിയോയുടെ ഗ്രോത്തിനും ചാനലിൻ്റെ ഗ്രോത്തിനും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതാണ് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബിലുണ്ട്, നല്ല രീതിയിൽ സബ്സ്ക്രൈബറൊക്കെ ഉള്ള നല്ലൊരു യൂട്യൂബറാണ്. ആളാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതിനും എഡിറ്റിങ്ങിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബ്ലോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞു തന്ന ഏത് സെറ്റിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ചാനലിൻ്റെ ഗ്രോത്തിന്, ചാനലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന നിരവധി ടോപ്പിക്കിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് യൂട്യൂബിലെ നല്ല വ്യൂവേഴ്സ് അല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളി ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കാണുക. ഇനിയും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് യൂട്യൂബിൽ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ടോപ്പിക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കിടിലം വീഡിയോ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്കത് ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള, അറിയാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.